ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ്. ഇന്ന് ഓഗസ്റ്റ് 18 അല്ലേ? ഇന്ന് ഓഗസ്റ്റ് 18 എപ്പിസോഡുകളുടെ അഗ്നിപരീക്ഷ, ബിഗ് ബോസ് അഗ്നിപരീക്ഷ എപ്പിസോഡുകളുടെ ഒരു അവലോകനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ പറയണത് കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക്. അപ്പം നമുക്കിങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് പോവാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കന്നഡയുടെ പറയാം. കന്നഡയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് മെൻ്റൽ എബിലിറ്റി ആണ്. മെൻ്റൽ എബിലിറ്റി നോക്കിയിട്ട് കാൻഡിഡേറ്റ്സിന് സെലക്ഷനാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടാസ്ക് ഉണ്ട് കേട്ടോ. കുറച്ച് വെജിറ്റബിൾസ്, അതായത് നമുക്ക് നല്ല ചവർപ്പ് തോന്നുന്ന കുറച്ച് വെജിറ്റബിൾസ് കൊണ്ടുവച്ചിട്ട് അതിൽ റാഡിഷ് ഉണ്ട്, നമ്മുടെ പാവയ്ക്ക ഉണ്ട്, സവാളയുണ്ട്, ചില്ലി ഉണ്ട്, പിന്നെ എഗ്ഗുണ്ട്. അങ്ങനെ കുറച്ച് നമുക്ക് സ്മെല്ല് കൊണ്ടും ചവർപ്പ് കൊണ്ടും കഴിക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് അവിടെ ഇന്നലെ വേറൊരു രസകരമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പേരെ കൊണ്ടുവന്ന് ഡിബേറ്റ് ആ മോഡലിലും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടാസ്ക് കൊടുത്തത് ഇതുപോലെ 2 പേര് വന്നതാണ് ഈ ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. അവർ 2 പേരും മുമ്പോട്ട് വന്നു, ചെയ്യാനായിട്ട് 2 പേരും മുമ്പോട്ട് വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവർക്ക് അത് ജ്യൂസാക്കാം. അപ്പോൾ അതിൽ ഒരാൾ കുറച്ച് ഇൻഗ്രീഡിയൻസും മറ്റേ ആൾ കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയത്. അത് എടുത്തത് അവരവരുടെ കയ്യിൽ പിടിച്ച് അവർ കഴിക്കാമെന്നുള്ള ലെവലിലായിരിക്കും അവരുണ്ടാക്കിയത്. കാരണം അങ്ങനെയാണ് അവരെടുത്ത് ആദ്യം പറഞ്ഞത്. പിന്നെ ആയിരുന്നു ട്വിസ്റ്റ് വന്നത്, അത് സ്വൈപ്പ് ചെയ്യാം. ഇപ്പോൾ എ എന്ന ആളുണ്ടാക്കിയതാണെങ്കിൽ ബിക്ക് കൊടുക്കുക, ബി എന്ന ആളുണ്ടാക്കിയതാണെങ്കിൽ എക്ക് കൊടുക്കുക. അങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. 2 പേരും ആ ടാസ്ക് നല്ല അതിൻ്റേതായിട്ടുള്ളൊരു ഇതിലെടുത്തു. അവരത് ചെയ്തു, 2 പേരും ചെയ്തു. 2 പേരിൽ ഐ തിങ്ക് ഒരാൾ സെലക്റ്റഡ് ആണ്, ഒരാൾ ഹോൾഡിലാണ്, ഔട്ടായിട്ടില്ല 2 പേരും. അതേപോലെ കന്നഡയിൽ ഞാൻ ഇന്നലെ തിരക്കിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം പറയാൻ വിട്ടുപോയൊരു സംഗതിയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെയല്ല മിനിഞ്ഞാന്ന് കന്നഡയിൽ ഉണ്ടായിരുന്ന ഒരു ടാസ്ക് മെൻ്റൽ എബിലിറ്റി എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി അത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കുമല്ലോ. ഞാൻ നേരത്തെ തിരക്കില്ല അതെന്തായിരുന്നു പുള്ളിയുടെ ഇതെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. അത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കുമല്ലോ ഒരു ഗിന്നസ് റെക്കോർഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കാം അവർ വാങ്ങിച്ചത്. കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ആ ഫ്ലോറിൽ വെച്ചിട്ട് തന്നെ അവൻ്റെ അടുത്ത് പറയുവാണ് ആ ഗിന്നസ് അത് അത് സ്പോയിൽ ചെയ്ത് കളഞ്ഞാൽ മുമ്പോട്ടുള്ള യാത്ര ആലോചിക്കാമെന്നാണ് പറയണത്. അപ്പോൾ അത് കീറിക്കളഞ്ഞാൽ ബിഗ് ബോസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് യാതൊരു ഉറപ്പും ഇല്ല എന്നും ആളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആള് അത് സ്പോർട്ടീവായി എടുത്ത് കുറച്ച് സമയം ചിന്തിച്ചു. പക്ഷെ ആളത് കീറി ഫ്രെയിമൊക്കെ ചവിട്ടി ഉടച്ച് കളഞ്ഞു. അത് എങ്ങനെയായാലും അവനത് അവൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു അവനത് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അവനത് ചെയ്തു. അതാണ് അവന് ബിഗ് ബോസ് എന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവനതിൽ കാണിച്ചു കൊടുത്തു. പക്ഷെ അവസാനം അവന് സെലക്ഷൻ ഇത് കൊടുക്കുന്ന സമയത്ത് ഇവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. കാരണം എന്തായാലും അത്രത്തോളം മണ്ടന്മാരും അല്ലല്ലോ. ഒരു ഇന്ത്യ എന്നൊരു രാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഗിന്നസ് ഏത് ഐറ്റത്തിലായാലും ഇപ്പം നമ്മൾ എന്ത് കുഞ്ഞ് ഐറ്റത്തിനാണ് ഗിന്നസ് റെക്കോർഡിൽ പേര് വരുവാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ പേരും കൂടി വരും. ഇന്ന കൺട്രിയിലുള്ള ആളെന്നുള്ള നിലയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പേരും കൂടി വരുമല്ലോ. അപ്പോൾ അത്രയും മണ്ടന്മാരായിരിക്കില്ലല്ലോ അവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ആ ഒരു ഹാപ്പിനെസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്നലെ ഞാനത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ടാസ്കിൽ കന്നഡയിൽ അതായിരുന്നു ഏറ്റവും ബെറ്റർ. പിന്നെ അത്ര വലിയ ടാസ്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ മെൻ്റൽ എബിലിറ്റി തന്നെയാണ്, എന്നാലും നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നതായിട്ടുള്ള ടാസ്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസിൽ വരുമ്പോൾ മലയാളത്തിലിപ്പോൾ ടാസ്കുകൾ നടക്കുന്നു, എവിക്ഷൻ നടക്കുന്നു ഒക്കെ. പക്ഷെ എനിക്ക് ഈ എവിക്ഷൻ ഇന്നലെ ഞാൻ പറഞ്ഞു, അതാണ് എനിക്ക് എവിക്ഷൻ നടക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ഇപ്പോഴും സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഇന്നലെ
നടത്തിയ എവിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പ്രേക്ഷകർ എന്ന നിലയിൽ നോക്കുമ്പോൾ നമുക്കതൊരു അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യാൻ കാരണം നമ്മൾ അവരുടെ മെൻ്റൽ എബിലിറ്റി കണ്ടിട്ടില്ല, നമ്മൾ അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടില്ല. പക്ഷെ ഒരാളുടെ എവിക്ഷൻ മാത്രമാണ് നമ്മൾ പോയത് നന്നായി എന്ന് ചിന്തിച്ചത്. എനിക്ക് എന്നെപ്പോലെ ചിന്തിച്ച വേറെ പലരും ഉണ്ടായിരിക്കാം. കാരണം ഒരു കുട്ടിയുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, വന്നപ്പോൾ തൊട്ട് എന്താ പറയുക, ഒരുമാതിരി ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഇറിറ്റേഷൻ അല്ല, ആ കുട്ടിയുടെ കഴിവില്ലായ്മയിൽ ആ കുട്ടി മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടും ടാസ്ക് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു സ്പോർട്ടീവ് അല്ലാതെ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാതെ എടുത്തും ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരുന്നു ആ കുട്ടി. എന്തായാലും ബിഗ് ബോസിലേക്ക് പോകാൻ ആ കുട്ടിക്ക് മെൻ്റൽ എബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ്. കാരണം അത്രയും ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. കാരണം ടാസ്കുകളൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കില്ലേ. ഹൗസിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് പല ടൈപ്പ് ആൾക്കാർ, ഇവിടെ കണ്ട ആൾക്കാരല്ലല്ലോ അവിടെ ഉണ്ടാവുക. ഇവിടെ കണ്ടതിനകത്ത് 5-6 പേരല്ലേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം പുറത്തുനിന്ന് ആരാണ് എന്താണെന്ന് അറിയാത്ത, പുറത്തുനിന്ന് സെലിബ്രിറ്റീസ് ആണെങ്കിലും നമുക്ക് അവരുടെ ക്യാരക്ടേഴ്സ് അറിയില്ല. അങ്ങനെയുള്ളവരുമായിട്ടാണല്ലോ ഏറ്റവും മുട്ടി നിൽക്കേണ്ടത്. അപ്പോൾ അവരുമായിട്ട് യാതൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഗ്രൂപ്പ് ടാസ്ക് കളിക്കും, എങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് ആ കുട്ടിക്ക് കൊടുക്കും? അപ്പോൾ ആ കുട്ടിയുടെ എവിക്ഷൻ നന്നായെന്ന് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആ കുട്ടിക്ക് ഇപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, അതുപോലെ ഈ മലയാളത്തിൽ വന്നിട്ടുള്ള അഗ്നിപരീക്ഷ സ്റ്റേജിൽ നിൽക്കുന്ന 40 പേരും, ആദ്യം വന്ന 40 പേരാണെങ്കിൽ ഒരാളുടെ മുഖത്ത് പോലും ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര എന്തോ പേടിച്ചിട്ട് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. എത്ര കോമൺ മാൻ ആയിക്കോട്ടെ, നിങ്ങൾ ഹൈ പ്രൊഫൈൽ ആയിക്കോട്ടെ, ലോ പ്രൊഫൈൽ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ എത്ര ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. നിങ്ങളെ ഫോൺ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ ആദ്യം വിളിച്ചിട്ടുണ്ടാവും, നിങ്ങളെ ഫോണിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടാവും, പാനലിൻ്റെ മുന്നിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും, അതിനുശേഷം സെലക്ട് ചെയ്തവരെ വെച്ചിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും 10,000 അപേക്ഷ വന്നതിൽ നിന്നും സോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു 40 പേരാണ് ഞങ്ങൾക്ക് ഈ സ്റ്റേജിൽ എത്താനുള്ളൊരു ആ കഴിവ് ഞങ്ങൾക്കുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ആരുടെ അടുത്തും കണ്ടിട്ടില്ല. പിന്നെ 1-2 പേര് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അടിയും വഴക്കും ഉണ്ടാക്കാനുള്ളൊരു വേദിയാണ്, മറ്റുള്ളവരെ കുറ്റം ചാർത്താനുള്ള വേദിയാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ മലയാളത്തിലെ അഗ്നിപരീക്ഷയിൽ കണ്ടത്, ടാസ്ക് തുടങ്ങിയത് കൊണ്ട്. അപ്പം ഞാൻ പറയുന്നത്, കഴിഞ്ഞ സീസൺ തെലുങ്ക് അഗ്നിപരീക്ഷ കണ്ടപ്പം അയ്യോ അവരുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണണമായിരുന്നു. ഡിസ്ട്രാക്ഷൻ അല്ല, അവിടെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, അവരെ പേരെടുത്ത് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെയാണ് വേണ്ടത് നമ്മൾ. കാരണം ഇന്നിപ്പം നമ്മൾ ഈ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ വേറെ ഗ്രൂപ്പിലായിരിക്കും ബിഗ് ഹൗസിനുള്ളിൽ ചെന്ന് കഴിയുമ്പോൾ. അപ്പം നമ്മൾ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മൾ നിലനിർത്തണ്ടേ? അതുണ്ടായിരുന്നില്ല ഇവിടെ തീരെ. അതും ഉണ്ടായിരുന്നില്ല. വഴക്ക്, മറ്റുള്ളവരെ കുത്താൻ, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി എന്ന പോലെയാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത്. അതും എന്നിട്ടും അവർക്കൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നുണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലല്ലോ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടി തന്നെ വരും. ഒറ്റയ്ക്ക് കളിക്കേണ്ട സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കളിക്കേണ്ടി തന്നെ വരും. അല്ലാതെ ഏതിനും മറ്റുള്ളവരെ കുറ്റം ചാർത്തി അതല്ലല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഗതി. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഇതിൽ മെൻ്റൽ എബിലിറ്റി ഇവരുടെ ആരുടെയും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് എന്തടിസ്ഥാനത്തിലാണോ, 1-2 ടാസ്ക് മാത്രം കണ്ട അടിസ്ഥാനത്തിലാണോ, അല്ല അവരുടെ ഇതിൽ നിൽക്കുന്ന ആൾക്കാരോടുള്ള ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലാണോ, എന്തടിസ്ഥാനത്തിലാണ് എവിക്ഷൻ നടത്തിയതെന്ന് മനസ്സിലാവുന്നേ ഇല്ല. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫിനിറ്റി 4-5 പേർക്ക് ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവർക്കാണല്ലോ ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടുന്നത്. കിട്ടിയിട്ടുള്ള ഒരാൾ പോലും അതിൻ്റെ ഒരു പവർ കൊടുത്തിട്ട് ആ പവർ യൂട്ടിലൈസ് ചെയ്യാൻ ഒരാൾക്കും അറിയില്ല. എന്ത് ചെയ്യണം? നിങ്ങളൊക്കെ ബിഗ് ബോസ് കണ്ടിട്ട് തന്നെയല്ലേ ബിഗ് ബോസിന് അപേക്ഷിച്ചിട്ട് വരുന്നത്? കോമൺ മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ, കാണാത്തവരായിരിക്കില്ലല്ലോ. സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ അവർ ചിലപ്പം കണ്ടിട്ടുണ്ടാവില്ല, അവരെ നേരിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഇത് കണ്ട് അതിൽ ആകൃഷ്ടരായിട്ടാണല്ലോ ബിഗ് ബോസിലേക്ക് അപേക്ഷിക്കുന്നത്.
എന്നിട്ട് നിങ്ങൾ എന്താണ് കാണിച്ചത്? രഞ്ജിനി ഹരിദാസ് അത് എടുത്തു മാറ്റിയത് നന്നായി. ഇന്നലെ കിട്ടിയിട്ടുണ്ട് 4 പേർക്ക് ഇൻഫിനിറ്റി പെൻഡൻറ്റ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അറിയില്ല. ഇൻഫിനിറ്റി പെൻഡൻറ്റ് കൊടുത്തതും എന്താ ഗ്രൂപ്പിലെ ഏറ്റവും നന്നായിട്ട് ടാസ്ക് ചെയ്തവർക്കാണോ എന്ന് ചോദിച്ചാൽ ഏകദേശമൊക്കെ അതിപ്പോൾ നമ്മൾ ഫീൽ ചെയ്ത് ഇന്ന ആൾക്കാവണം എന്നില്ലല്ലോ. ജഡ്ജസ് അവിടെ ഇരുന്ന് നോക്കുന്ന സമയത്ത് ആ ജഡ്ജസിനും ആങ്കറിനും ഫീൽ ചെയ്യുന്നത് നമ്മളെക്കാൾ അവർക്കാണല്ലോ കൺവേ ആവുന്നത്. അതിപ്പം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് കൊടുത്തവരൊക്കെ നന്നായിട്ട് ടാസ്ക് ചെയ്തവർ തന്നെയാണ് കൊടുത്തത്. അതൊക്കെ ഫെയർ തന്നെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്നലെ കൊടുത്ത ടാസ്ക് നല്ല ടാസ്ക് ആയിരുന്നു കേട്ടോ. ഒരു കോംബോ, ഒരു ടാസ്കിൻ്റെ കോംബോ ആയിരുന്നു കൊടുത്തത്. ആദ്യം അവർ ഒരു ആക്ട് ചെയ്യണം. അതായത് 9 പേരുള്ള ഗ്രൂപ്പാണ്. 9 പേരുള്ള ഗ്രൂപ്പിൽ 2 പേര് വെച്ചാണ് ആദ്യത്തെ ടാസ്ക് ചെയ്യുന്നത്. 2 പേര് ആദ്യം അവർ കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ആക്ട് ചെയ്യണം. അവർ പറയുന്നത് പോലെ, ജഡ്ജസ് പറയുന്നത് പോലെ ആക്ട് ചെയ്യണം. ശേഷം പീസസ് ഓഫ് നമ്മുടെ പസിലിൻ്റെ കുറച്ച് പീസസ് ഉണ്ട്, അതെടുത്ത് ബോക്സിലിടണം. അതിനുശേഷം അവർ ടാപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സെറ്റ് ഓഫ് 2 പീപ്പിൾ വന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് മന്തിയും ബർഗർ, ലസ്സി, വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു തീർക്കണം. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കണ പോലെ അല്ലല്ലോ. ഒരു ഫുഡ് കോമ്പറ്റീഷന് പോയിരുന്നിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ മിനിമം ടൈം അത് വെച്ചിട്ട് വേണമല്ലോ ചെയ്യാൻ. ആ മിനിമം ടൈമിനുള്ളിൽ ചെയ്യണമല്ലോ. അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിച്ച് അതിനുശേഷം പക്ഷേ ജഡ്ജസ് കുറച്ച് അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം തീർക്കുക. അത് കഴിയുമ്പം അതിനകത്ത് അത് ടാഗ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ആരുടെ ടീമിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ കുറവ് നോക്കാനായിരിക്കും ടാഗ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. മാക്സിമം കഴിക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ സംഭവം എന്തായിരുന്നു? മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ ടാപ്പ് ചെയ്യുക, 2 പേര് വരിക, ഫ്ലിപ്പ് ചെയ്തിട്ട് കപ്പ്, ബൗള്, ഡിഫറെൻറ്റ് ഒരു ചെറിയ ബൗൾ, അതിൻ്റെ അടുത്ത വലിയ ബൗൾ, അതിൻ്റെ അടുത്ത വലിയ ബൗൾ, അങ്ങനെ വെച്ചിട്ട് നമ്മുടെ മാച്ച് ബോക്സ് അതിനകത്തോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇടണം. ആദ്യത്തെ 1, പിന്നെ 2, പിന്നെ 3. അങ്ങനെ ഇവർ 2 പേരും കൂടി ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് തന്നെ ആയിരുന്നില്ലേ? ലാസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഇവർ ടാപ്പ് ചെയ്യുന്നു. അവസാനത്തെ ആൾ വന്നിട്ട് ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതായിരുന്നു ടാസ്ക്. ഈ 9 പേരും ഒരുമിച്ച് ചെയ്യുന്നത്. ഇതിൽ മിക്ക ഗ്രൂപ്പിനകത്തും ബ്ലെയിം ചെയ്തത് ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോയവരെയാണ് ബ്ലെയിം ചെയ്തത്. കാരണം അവർ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് കഴിച്ചതെന്നുള്ളതല്ല, അവരെയാണ് മിക്കവരും ബ്ലെയിം ചെയ്തത്. അതിനിടയിൽ മറന്നുപോയി കേട്ടോ, ഒരു ടാസ്കും കൂടി ഉണ്ടായിരുന്നു. അത് നല്ല ടാസ്ക് ആയിരുന്നു. അത് കുറച്ച് പ്രാക്ടീസ് ഉള്ളവർക്ക്, അതായത് മോഡൽസിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ടാസ്ക്കാണ്. ഒരു റോപ്പുണ്ട്, പൈപ്സ്, ഇങ്ങനെ നമ്മൾ ഈ സർക്കസിലൊക്കെ കാണുന്ന പോലത്തെ. കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസിൽ ഏകദേശം എല്ലാ ലാംഗ്വേജിലും ഉണ്ടായിരുന്ന ഒരു ടാസ്ക്കാണ്. ഇത് പൈപ്പ് ഇങ്ങനെ ട്രീ പോലെയുള്ള ഒരു പൈപ്പ് കൊടുത്തിട്ട് അതിലൊരു ബോൾ വെക്കുക, അങ്ങോട്ട് നടക്കുക, അവിടെ അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുക, അവർ ഇപ്പുറം വരും, ഒരു ബോൾ വെച്ചിട്ട് ഇപ്പുറം വരും, അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ബോളിലേക്ക് ഇടാതെ. അതുകൂടി കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ പസിൽ കംപ്ലീറ്റിങ്. ടാസ്കൊക്കെ നല്ലതായിരുന്നു. ഇന്നലെ നഴ്സറി പിള്ളേരെ ടാസ്ക് എന്നൊന്നും പറയാനില്ല, നല്ല ടാസ്ക് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നലെ നടന്നത്. എവിക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എവിക്ഷൻ മാത്രമേ ഒരു ഐഡിയ കിട്ടാത്തതുള്ളൂ. ഇനി തമിഴിലേക്ക് വന്നു കഴിഞ്ഞാൽ, തമിഴിൽ ഇന്നലെ നടന്നത് ഏറ്റവും കൂടുതലായിട്ട് നടന്നത് ഡിബേറ്റ് മോഡലാണ് കേട്ടോ. 2 പേരെ മാക്സിമം, അധികം 2 പേര് തന്നെയായിരുന്നു. ഒരാൾ വന്നത് വളരെ കുറവാണ്. 2 പേരെ കൊണ്ടുവന്നിട്ട് ഡിബേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനകത്ത് നിന്ന് അവർ ഒരു സെലക്ഷൻ അതായിരുന്നു. അത് പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ്, തെറ്റില്ലാത്ത രീതിയിലുള്ള ഇത് നടക്കുന്നുണ്ട്. അധികം പേര് ഹോൾഡിലേക്കാണ് പോകുന്നത്, ഒരുപാട് പേര് സെലക്ട് ആവുന്നില്ല. ഇനി നമുക്ക് തെലുങ്കിലോട്ട് വന്നു കഴിഞ്ഞാൽ, തെലുങ്കിലാണ് ഏറ്റവും കടുകട്ടിയായിട്ട് എനിക്ക് തോന്നി. തെലുങ്കും കന്നഡയാണ് ഏറ്റവും കടുകട്ടിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ, സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. തെലുങ്കിലോട്ട് വന്നു കഴിഞ്ഞാൽ, തെലുങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് ഏറ്റവും ഇതായിട്ട് ഫീൽ ചെയ്തിരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്, അവർ വന്നിട്ട് ഫൈനലി, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഫൈനലി ഒരു പയ്യൻ അവനെക്കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, അവൻ്റെ സ്ട്രഗിൾസ് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജഡ്ജസ് എല്ലാവരും അവനോട് സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം അവനെ നമ്മുടെ ബിന്ദു മാധവി അടുത്തോട്ട് വിളിക്കുവാണ്.
അടുത്തോട്ട് വിളിച്ചിട്ട് അവനോട് പറയുകയാണ്, അവനൊരു സ്വീറ്റ് കൊടുക്കാനാന്ന് പറയുന്നു. ഒരു സ്വീറ്റ് വായിലിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ബോട്ടിലിലെ വെള്ളം എടുത്തിട്ട് അവൻ്റെ മുഖത്തോട്ട് ഒഴിക്കുകയാണ് അങ്ങോട്ട്. പക്ഷെ ആളൊരു റിയാക്ഷനും ഇല്ല, ഒരു റിയാക്ഷനും ആളുടെ സൈഡിൽ നിന്ന് ഉണ്ടായില്ല. ആൾ ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ട് ആക്ച്വലി വാട്ട്സ് ഹാപ്പനിങ് എന്ന് എന്താണെന്ന് അവന് മനസ്സിലാവാത്ത രീതിയിൽ അവൻ അവിടെ നിൽക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരി വീണ്ടും വെള്ളം ഒഴിക്കണുണ്ട്, എന്നിട്ടും ഒരു റിയാക്ഷനും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഫേക്കാണെന്നാണ് നമുക്ക് തോന്നുന്നത്, നിങ്ങൾ ഫേക്കാണെന്നാണ് തോന്നുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആളുടെ സൈഡിൽ നിന്ന് വീണ്ടും ഒരു ഇതില്ല, ട്രിഗർ ചെയ്യാൻ എന്തുകൊണ്ട് ട്രിഗർ ആവുന്നില്ല എന്ന്, അത് ടാസ്ക് ആണെന്ന് പറയുന്നു. അതിനുശേഷം അവർ പറയുന്നു ശരി ഒരു ടാസ്ക് തരാമെന്ന ബിന്ദു മാധവിയുടെ തലയിലോട്ട് വെള്ളം ഒഴിക്കാൻ പറയുന്നു. പുള്ളിക്കാരൻ വെള്ളത്തിൻ്റെ ബോട്ടിലും എടുത്ത് ചെല്ലുന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്തില്ല. അപ്പോൾ അവർ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ഹൗ ഡെയർ യു എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വെള്ളം ഒഴിക്കുക, ജഡ്ജസിനെ അപമാനിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന്. അപ്പോൾ തന്നെ പുള്ളി അവിടെ വെച്ച് വിറച്ചു പോവുകയാണ്, ഇല്ല എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ്. പക്ഷേ അവനെ ഹോൾഡിലോട്ട് ഇട്ടിട്ടുണ്ട് എന്തായാലും. കാരണം പുള്ളിയുടെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ചില ആളുകൾ അങ്ങനെ ആയിരിക്കും അല്ലേ, എനിക്ക് തോന്നുന്നു. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ചില ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ. എന്തൊക്കെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാലും അടി പതറൂല, അനങ്ങൂല. അങ്ങനത്തെ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ നിങ്ങൾ എന്ത് തന്നെ ചെയ്തോ അവരെ അനങ്ങൂല, അവരത് വിട്ട്, അവരുടെ ആ ഒരു ഇത് വിട്ട് അവർ പെരുമാറൂല, അനങ്ങില്ല അത് ആക്ച്വലി എന്താണ്, ചില ആൾക്കാർ അങ്ങനെയാണ്. പക്ഷെ ഞാനൊന്നും അങ്ങനെയല്ല കേട്ടോ. ഞാനൊക്കെ ഭയങ്കര ഔട്ട് ബേസ്റ്റ് ആണ്. എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ഞാൻ സ്ഥലകാല ബോധമില്ലാതെ ഞാൻ അവിടെ പറയും. അപ്പോൾ എനിക്ക് സന്തോഷം വന്നാൽ ഞാനത് വേദി ഏതാണെന്നോ ഒന്നും നോക്കൂല. ചിലപ്പം ഇന്ന് മരണ വീട്ടിൽ നിന്നായി പോയാൽ പോലും ഒരു സന്തോഷമുള്ളൊരു കാര്യം എനിക്ക് സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പരിസരം മറന്നിട്ട് ഞാൻ ആ ഒരു സന്തോഷത്തിലേക്ക് മുഴുകും. ഞാൻ അങ്ങനെ ഒരു ആളാണ്. അതുപോലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇത് എന്നെ ആർക്കും ഡൈജസ്റ്റ് ആവാത്തതിനുള്ള മെയിൻ റീസണും അതാണ്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എല്ലാവരും സഹിക്കും, പക്ഷെ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അതും ഇതുപോലെ സ്ഥലകാല ബോധവും ഇല്ലാതെ ഞാനങ്ങ് ഔട്ട് ബേസ്റ്റ് ആവും. പബ്ലിക് പ്ലേസ് ആണെങ്കിൽ പോലും ഞാൻ ഔട്ട് ബേസ്റ്റ് ആവും. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലാവും ഞാൻ. അത് കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സംഗതിയെ അവിടെ മറന്നു പോകും. സത്യം പറഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെന്ന് പോലും ഞാനത് മറന്നു പോകും. പക്ഷേ നമ്മൾ കാരണം ആ ഒരു ഇത് അനുഭവിച്ച ആൾക്കാർ അവർ മറക്കൂല. അവരുടെ അടുത്ത് നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോർമൽ സംസാരിക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് നമ്മളെ പിടികിട്ടൂല. എന്താ ഇവിടെ നടക്കുന്നത്, എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് പിടികിട്ടൂല. അവർക്ക് നമ്മളോട് മിണ്ടാനൊരു മടിയായിരിക്കും. അവർ നമ്മളെ ഒന്ന് അകറ്റി നിർത്തും. ഇയാൾ ഫേക്കാണോ എന്ന് സംശയിക്കും. സ്വാഭാവികം അനുഭവമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ബേസ്റ്റ് ചെയ്ത് നമ്മളൊരു ബ്ലാസ്റ്റിംഗ് അവിടെ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം അവിടെ കഴിഞ്ഞു. നമ്മുടെ ഉള്ളിൽ നമ്മളൊന്നും വെച്ച് പെരുമാറാത്തത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അത് നമ്മുടെ അനുഭവം കൊണ്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പാണല്ലോ. അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അടുത്ത ടാസ്കുകൾ അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുമെന്ന് നോക്കാനായിരിക്കാം അടുത്ത ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡുകളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ സത്യം പറഞ്ഞാൽ ഞാൻ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നത് മലയാളത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എനിക്കത് അങ്ങോട്ട് അവരുടെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അത് എൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. എന്താണ് അവരുദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമുക്ക് നോക്കാം. ഇനിയുണ്ടല്ലോ ഒരു എപ്പിസോഡുകൾ ഇനിയും ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് 15, 16, 17, 18 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. 21 എപ്പിസോഡ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ 17 എപ്പിസോഡുകൾ ഇനിയും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എന്താ പറയുക, ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത് ഞാൻ ഭയങ്കര ലാഗായി പോകുന്നുണ്ടല്ലേ, എന്നാലും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും, എന്നെ ഫോളോ ചെയ്യണേ എല്ലാവരും. ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുകയുള്ളൂ. അപ്പോൾ എന്നെ ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോഴേ എനിക്കിതിൽ ഞാൻ പറയണതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുള്ളൂ. ബിഗ് ബോസ് പ്രേക്ഷകർ എൻ്റെ ഫോളോവേഴ്സിൽ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ പ്രൊഫഷൻ അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും അത് കണ്ടിരിക്കാനുള്ള സമയമുള്ളവരായിരിക്കില്ലല്ലോ.
അപ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നുന്നു. എന്നാലും നോൺ ഫോളോവേഴ്സിലേക്കും കൂടി എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താൽ മാത്രമേ അത് എത്തുള്ളൂ. അപ്പോൾ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണം കേട്ടോ, എങ്ങനെയാണ് ഉള്ളത്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.